നമുക്ക് ഗ്ലൂക്കോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് എവിടെയൊക്കെയാണ് കാണുന്നത്? നമ്മുടെ പ്രകൃതിയിൽ ഫ്രീ സ്റ്റേറ്റിലും കമ്പൈൻഡ് ഫോമിലും ഒക്കെ ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ, ഹണിയിൽ, അതേപോലെ തന്നെ റൈപ്പൻ ആയിട്ടുള്ള പഴുത്തിട്ടുള്ള ഗ്രേപ്സിൽ എല്ലാത്തിലും ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. സ്വീറ്റ്നെസ്സിന് കാരണമായിട്ടുള്ള ഫ്രൂട്ട്സിലൊക്കെ സ്വീറ്റ്നെസ്സിന് കാരണമായിട്ടുള്ളത് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല നോക്കുകയാണെങ്കിൽ C6H12O6 ആണ് ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല. ഇനി അതിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ നോക്കാം. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ആദ്യത്തെ മെത്തേഡാണ് ഫ്രം സൂക്രോസ്. ഈ സൂക്രോസ് എന്നുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണത്. അതിലെന്താ ചെയ്തത്? നമ്മൾ സൂക്രോസ് എടുത്തു. ഇറ്റ് ഈസ് റിയാക്ഷൻ നടക്കുന്നത് എന്താണ്? അവിടെ ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് സൊല്യൂഷൻ ഗീവ്സ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പോൾ ഈ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഈ സൂക്രോസിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ കെയിൻ ഷുഗറിനെ നമ്മൾ കുറച്ച് ഡൈല്യൂട്ട് ആസിഡ് HClO H2SO4 ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്യുകയാണ്. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ ഹൈഡ്രോളിസിസ് നടക്കും. ഹൈഡ്രോളിസിസ് നടന്നിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഈക്വൽ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആദ്യത്തെ മെത്തേഡ് ഫ്രം സൂക്രോസ് ആൻഡ് ഇറ്റ് ഈസ് ദ ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. രണ്ടാമത്തെ മെത്തേഡാണ് സ്റ്റാർച്ചിൽ നിന്നുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഈ സ്റ്റാർച്ചിൽ നിന്നുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ലാർജ് സ്കെയിലായിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അതിലെന്താ ചെയ്യണത്? നമ്മൾ സ്റ്റാർച്ച് എടുത്തു, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ അതിനെ ബോയിൽ ചെയ്തു. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോളിസിസ് നടക്കും. ഇവിടെ നമ്മൾ കുറച്ച് ഹൈ ടെമ്പറേച്ചറിലാണ് 393 കെൽവിനിലും പിന്നെ അതുപോലെ തന്നെ പ്രഷർ 2 to 3 അറ്റ്മോസ്ഫിയർ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടെ ഹൈഡ്രോളിസിസ് നടക്കുന്നത്. അങ്ങനെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. ബൈ പ്രോഡക്റ്റായിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. സൂക്രോസിൽ നിന്നുള്ളത് ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ സ്റ്റാർച്ചിൽ നിന്നുള്ളത് ലാർജ് സ്കെയിൽ മെത്തേഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. രണ്ടിലും ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ആണ് നടക്കുന്നത്.